ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ലോകം വീണ്ടും ഒരു ഇതിഹാസ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. ലോക ചാമ്പ്യന്മാരുടെ തിളക്കവുമായി എത്തിയ അർജന്റീനയും അജയ്യരായ സ്പെയിനും നേർക്കുനേർ. ഒടുവിൽ ഫെറാൻ ടോറസിന്റെ ആ ഒരൊറ്റ ഷോട്ടിൽ അർജന്റീന വീണു. സുവർണ കിരീടം ഇതാ യൂറോപ്പിലേക്ക്. സെമിയിൽ ഇംഗ്ലണ്ടിന് തകർത്ത ടീമിൽ 3 പ്രധാന മാറ്റങ്ങളുമായാണ് അർജന്റീനിയൻ കോച്ച് ലയണൽ സ്കലോണി പട നയിക്കാൻ ഇറങ്ങിയത്. കളി കനക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ആദ്യ പകുതി കളം നിറഞ്ഞത് ആ ചുവപ്പണിഞ്ഞ സ്പാനിഷ് പടയായിരുന്നു. ലാമിൻ യമാലിന്റെ മാന്ത്രിക നീക്കങ്ങളും ഡാനി ഓൾമോയുടെയും കുക്കർലയുടെയും അറ്റാക്കിങ്ങും അർജന്റീനയുടെ ശ്വാസം മുട്ടിച്ചു. വിശ്വരൂപം കാട്ടുമെന്ന് കരുതിയ സാഷ ലയണൽ മെസ്സിക്ക് ഒരു ഷോട്ട് പോലും ടാർഗറ്റിലേക്ക് ഉതിർക്കാനായില്ല. സ്പാനിഷ് പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ അർജന്റീനയുടെ ആക്രമണ നിര ശരിക്കും ഫോമിന്റെ നിഴൽ മാത്രമായി മാറി. രണ്ടാം പകുതിയിൽ കളി മാറി മറിഞ്ഞു. തന്ത്രങ്ങൾ പാളിയപ്പോൾ അർജന്റീന പരുക്കൻ അടവുകളിലേക്ക് കടന്നു. നിരന്തരമായ ഫൗളുകൾ, മഞ്ഞ കാർഡുകൾ, ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ ആ കനത്ത തിരിച്ചടിയെത്തി. കുബാർസിയെ ഗുരുതരമായി ഫൗൾ ചെയ്തതിന് എൻസോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തേക്ക്. ടൂർണമെന്റിൽ ആദ്യമായി ഒരു അർജന്റീനിയൻ താരം ചുവപ്പ് കാർഡ് കാണുന്നു. 10 പേരുമായി ചുരുങ്ങിയ നീലപ്പട പ്രതിരോധത്തിലായ നിമിഷങ്ങൾ. 90 മിനിറ്റും കഴിഞ്ഞ് കളി എക്സ്ട്രാ ടൈമിലേക്ക്. നിക്കോ വില്യംസ് സ്പാനിഷ് നിരക്കി വീര്യം കൂട്ടി. വില്യംസ് വലകുലിക്കെങ്കിലും വിവാദപരമായ തീരുമാനത്തിലൂടെ റഫറി അത് നിഷേധിച്ചു. പക്ഷേ സ്പാനിഷ് സിംഹങ്ങളെ എത്ര നേരം തളച്ചിടാനാകും? ദാ വരുന്നു ഫെറാൻ ടോറസിന്റെ വക ഒരു ക്ലിനിക്കൽ ഫിനിഷിംഗ്. അർജന്റീനയുടെ നെഞ്ചു പിളർത്തിക്കൊണ്ട് ഫെറാന്റെ മിന്നലടി. അവസാന വിസിലും മുഴങ്ങി ലോക ചാമ്പ്യന്മാരുടെ അപ്രമാദിത്യം അവസാനിപ്പിച്ച് സ്പെയിൻ വീണ്ടും ഫുട്ബോൾ ലോകത്തിന്റെ സിംഹാസനത്തിലേക്ക്. ഹൃദയമിടപ്പ് നിലച്ച ആ നിമിഷങ്ങൾക്കൊടുവിൽ ന്യൂയോർക്കിന്റെ മണ്ണിൽ ഗ്ലോറിയാസ എസ്പാനി എന്ന വിജയഗീതം മുഴങ്ങി. തോൽവി അറിയാതെ വന്ന അർജന്റീനയെ തറപറ്റിച്ച് സ്പെയിനിന് ഇത് 2ാം ലോക കിരീടം. Waytonikah.com, the exclusive Muslim matrimonial site.